ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 5:30 ആയിട്ടുണ്ട്. ഈവനിങ് 5:30 അല്ല, വെളുപ്പിന് 5:30 കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ വെളുപ്പിനെ ഇത് എങ്ങോട്ടാവും പോവുക എന്നുള്ള രീതിയിൽ. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കോട്ടയം നഗരത്തിൽ സെൻറ്റ് ആന്റണീസ് ചർച്ച് നാഗമ്പടം അവിടെ പള്ളിയിലാണ് പോകുന്നത്. അപ്പം ഒരു വഴിക്ക് പോകുന്നതല്ലേ, അപ്പോൾ ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ച്. ഞാൻ മാത്രമല്ല കേട്ടോ പോകുന്നത്, അമ്മയും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരുങ്ങിയിട്ട് കാണാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുങ്ങുന്ന ടൈമിൽ വീട്ടുകാരിങ്ങനെ മീൻസ് പെട്ടെന്ന് ഇറങ്ങുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ഒന്നുമില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ള രീതിയിൽ. അത് മുടി കെട്ടുന്ന സമയത്താണെങ്കിലും ഒരുങ്ങുന്ന സമയത്താണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അത് പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ്. മീൻസ് കോളേജിലാണെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഞാൻ നല്ല രീതിയിൽ മുടി കെട്ടും. എനിക്ക് മുടി കെട്ടുന്ന സമയത്താണെങ്കിലും അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ എവിടെയെങ്കിലും മുടി കെട്ടിക്കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പൊങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അത് വീണ്ടും അഴിച്ചിട്ട് ഞാൻ കെട്ടും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റാവും ഞാൻ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പോകുന്ന സമയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയും പെട്ടെന്ന് ഇറങ്ങുന്ന സമയം എത്രയായി, കഴിച്ചിട്ട് വേണം പോകാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ചൊവ്വാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. എനിക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഇടാനുണ്ടായിരുന്നു, അപ്പം അതിട്ട് തീർത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ ഇടാൻ വൈകിയത്. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാം കേട്ടോ. വേറെ നല്ല പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്മയുടെ വായന കൂടെ ഞാൻ ചീത്ത കേൾക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ വരുന്ന വഴിയുടെ വീഡിയോ എടുക്കാതിരുന്ന വേറെ ഒന്നുമല്ല, ലോങ് വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരും തന്നെ ഇല്ല. കുറച്ച് നേരമായി ഞങ്ങൾ ബസ് കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സമയം 6:15. അങ്ങനെ ഗൈസ്, ഞങ്ങൾ പാലായിൽ എത്തിയിട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയ സമയത്ത് വീഡിയോ എടുക്കാതിരുന്നത് വേറെ ഒന്നുമല്ല, സൈഡ് സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ സൈഡ് വ്യൂ എടുക്കാമായിരുന്നു. അപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങാറായ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു, അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിരുന്നു, പോകുന്നുണ്ടോ, മഴയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു പോകുന്ന സമയത്ത് മഴ പോകും, നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴ പൊക്കോളും, അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ പാലായിൽ നിന്നും ബസ്സൊക്കെ കയറി കോട്ടയത്തേക്കുള്ള ബസ്സൊക്കെ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മഴ പോയായിരുന്നു കേട്ടോ. ഇനിയപ്പം നമുക്ക് നാഗമ്പടം പള്ളി ചെന്നിട്ട് കാണാം കേട്ടോ. ശരീരത്തിലെ അവയവങ്ങൾ ലോകം ഇതൊക്കെ ഒന്ന് ഗ്രഹിക്കാൻ പറ്റിയാണല്ലോ. നീ ദൈവത്തെ വാട്ടി പാടാൻ തുടങ്ങും. മക്കളെ, നിന്നെ ഉള്ളറിയുന്ന, നിന്നെ അറിയുന്ന, നിന്നെ പരിഗണിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ പരിപാലിക്കുന്ന നിന്റെ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളറിയാം, ഒറ്റപ്പെട്ടു പോകല്ലേ, സങ്കടപ്പെട്ടു പോകല്ലേ, ആത്മഹത്യ. അങ്ങനെ കുർബാന എല്ലാവരും 11:30 ആയപ്പോഴത്തേക്കും കുർബാന കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു, പാലായ്ക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പാലായ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ബസ്സിൽ കയറിയപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഹോട്ടലിൽ കയറി കഴിക്കാൻ പറ്റില്ല, എത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.